ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗ മധുരമാന്തരീക്ഷം. ഒന്ന് നിർത്തറ. എടാ ചിറ്റേ, എന്താടാ എന്താ കാര്യം? ആരോട് ചോദിച്ചാൽ നിങ്ങൾ വീട്ടിനുള്ളിൽ കയറിയത്? എന്താ ചിരിക്കണ? ഇവിടെ കയറുന്ന ആരും സമ്മതം നിന്റെ? ഇവിടെ വെങ്കിടി ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അതാ നല്ലത്. ഞാൻ വളരെ മോശം. അത് ഞങ്ങൾക്കറിയാം. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ 2 ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ നന്നായിരുന്നു. പപ്പാ, കളിക്കല്ലേ കളിക്കല്ലേ, എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. എന്റെ അടുത്ത് വരരുത്, എന്റെ ദേഹത്ത് തുടരുത്. എന്താ സൗന്ദര്യം! ഇപ്പൊ നിന്നെ കണ്ട ഏതൊരാണിനും മോഹം തോന്നും. വാ തമ്പുരു, വാ. നിന്നെ ഞങ്ങൾ ശരിക്കും കാണട്ടെ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യൂലെന്ന്. നിന്നെ ശരിക്കും കാണട്ടെ. ഗുസ്തി പിടിക്കാൻ നിൽക്കല്ലേ ഈ തോക്കുകളോ? കരയണ്ട, ഞങ്ങളൊരു തമാശ ചെയ്തല്ലേ. നമ്മളെല്ലാം കൂടി ഇവനെന്തോ ചെയ്തു. എടാ, ഒരു തമാശ കുഴപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്താലോ? ഇവനിതെന്ത് കാര്യം ഇരിക്കണ്? വലിയ കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇനി അവനവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. വെങ്കിലേ, ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പിടിച്ചു പുറത്താക്കണമെങ്കിൽ ആക്കാം. എന്താക്കണ? കാരണം ഇതിന്റെ പേരിൽ ഈ ഇവിടുന്ന് പോകാൻ പാടില്ല. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശരിയാവൂല. അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ല വെങ്കിടി. പെശകാന്നേ, ഹൈ പെങ്കൂച്ചാന്നേ. അതുകൊണ്ട് അവനെ പിടിച്ച് പുറത്താക്കിയേ. ഒന്ന് പോടാ. എന്താ പുറത്താക്കിയ?
എന്താ നിന്റെ തീരുമാനം? ഒരാളുടെ മനസ്സ് പോലെയാണ് അയാളുടെ ജീവിതം. മനസ്സ് തകർന്ന ജീവിതവും തീർന്ന്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്താ കാര്യം? പെട്ടെന്നൊരു തീരുമാനം വേണ്ട, വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കാം.